വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നേരെ ബോസ്റ്റണിലോട്ട് പോവാണ്. അപ്പം അച്ചുക്കൂട്ട എന്തിനാ പറ മീക ചേച്ചിയെ കൊണ്ടുവിടാൻ. അപ്പം മീകേനെ നമ്മൾ ആദ്യം വിളിച്ചിട്ട് നേരെ ബോസ്റ്റണിലോട്ട് പോയിട്ട് അവിടുത്തെ എന്തൊക്കെ സ്പെഷ്യലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് അതൊക്കെ കാണിച്ചിട്ട് എന്തൊക്കെയാണെന്ന്. അപ്പം ബോസ്റ്റൺ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചു ഇവിടെ? ബോസ്റ്റൺ എന്ന് പറഞ്ഞാൽ US തുടങ്ങിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്തൊക്കെയൊക്കെയോ ഉണ്ട്. അപ്പം ഹിസ്റ്റോറിക്കലായിട്ട് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്താ നമുക്ക് കാര്യമായിട്ട് അറിയത്തില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. ഓ അങ്ങനെ. അപ്പൊ ഭയങ്കര കനമാണോ? പറഞ്ഞു വിടണം. ഇനി തിരിച്ചില്ലേ? ഓക്കെ, മിക എക്സൈറ്റഡ് ആയിരിക്കും. എന്തേ കാണട്ടെ മിക. എന്ത് മിക എക്സൈറ്റഡ് ആണോ മിക? ഓ ഗൈസ്, 3 പെട്ടിയൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതന്നെ മിക സ്പെഷ്യൽ ഗിഫ്റ്റ് വല്ലതാണോ ആളേനുള്ള? ഓക്കെ, ഞാൻ തിരിച്ചോട്ട് കൊടുക്കാൻ പോണം. ആൻറ്റി ബൈ ബൈ. ബൈ ബൈ. പപ്പിക്ക് സങ്കടമാണോ? ഗൈസ്, അപ്പം മീകയൊക്കെ അകത്തോട്ട് പോയിട്ടുണ്ട്. എനിക്ക് അകത്തോട്ട് പോകാൻ പറ്റത്തില്ല. വണ്ടിക്കകത്ത് ഇരുന്നേ പറ്റത്തുള്ളൂ. അപ്പം എന്തായിരുന്നു ഇവിടുത്തെ ഒരു നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ വണ്ടിക്കകത്തിരിക്കണം, അല്ലാതെ വണ്ടി ഇട്ട് പോയി നമുക്ക് ടിക്കറ്റ് കിട്ടും. അപ്പോൾ അത് കാരണം അവരകത്തോട്ട് പോയി. ഇനിയിപ്പോൾ അവർ പുറത്തോട്ട് വന്നിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ എന്തായാലും ഇവിടം വരെ വന്നല്ല, 2 റൗണ്ടൊക്കെ അടിച്ചിട്ട് പോകുന്ന ഓർത്തു. അപ്പം ഗൈസ്, നമുക്ക് എവിടെയെങ്കിലും പോവാണെങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ചുക്കുട്ടാ, ഏത് കടയിലാണ് പോകുന്നത്? ഇവിടെ ഗൈസ് നമ്മൾ ചൈന ടൗണിൽ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ ഏത് കടയാണ് പോകേണ്ടത് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കും. നീ പറ എവിടെ പോകണ്ടേ? കണ്ടില്ല, ഇവിടെ ഫുള്ള് ചൈന കടയാണ്. അപ്പം ഇനി ഇവിടെ ഫൺജുൻഷു എന്ന് പറയുന്നൊരു കട ഉണ്ട് ഗൈസ്. എന്നാൽ പിന്നെ അവിടെ ഫൺജുൻഷു കയറിയായിരുന്നു ആലോചിക്കുകയാണ് ഗൈസ്. നമ്മളാണ് ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലാണ് വന്നേക്കുന്നത്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വന്തമായിട്ട് ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുന്നൊരു പരിപാടിയാണെന്നാണ് പറഞ്ഞത്. അപ്പം കുട്ടനും കുറേ കാലമായിട്ട് ആഗ്രഹമായിരുന്നു ഇവിടെ ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റ് വരണമെന്ന്. അപ്പം ഇതാണ് അടുപ്പ്. ഇവിടുത്തെ ഇതിൻ്റെ മണ്ടയ്ക്ക് കൊണ്ടുപോയിട്ട് മറ്റേ ഇവിടുത്തെ എന്താണ് ബ്രോത്ത് കൊണ്ടുവെക്കും. അപ്പം അതിൽ നിന്ന് നമ്മൾ നൂഡിൽസ്, അപ്പം അതാണ് ബ്രോത്ത്. അപ്പം അവിടേക്ക് നമുക്ക് ഇങ്ങനെ നൂഡിൽസ്, ബീഫ്, പോർക്ക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് അതെല്ലാം കുക്ക് ചെയ്ത് അപ്പം തന്നെ എടുത്ത് സോസ് മുക്കി കഴിക്കുക. അതാണ് പരിപാടി. അമ്മ ടെൻഷൻ അടിച്ചിരിക്കും. ഇതാണ് സംഭവം. അത് കഴിച്ചു നോക്കിയത് മുറിച്ചമ്മലെന്താ കിട്ടും അറിയത്തില്ല. വെന്തില്ലെന്നാ പറയുന്നേ. വെന്തില്ലടാ. എങ്ങനെ ഉണ്ടോ അവൻ?
കൊള്ളോ ഗൈസ്? ഇതെടുക്കുക, ഇതിൻ്റെ അത് മുക്കുക, അത് കഴിക്കുക. സച്ചുക്കുട്ടൻ ഇവിടെ ചോപ്പ് സ്റ്റിക്ക് ഒക്കെ പ്രോ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെ കൊണ്ടൊരു വഴിയില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു സ്പൂൺ ആൻഡ് ഫോർക്ക് പറഞ്ഞിട്ടുണ്ട്. കുറേ നേരം ട്രൈ ചെയ്തു. അമ്മ ഇവിടെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, എന്തൊക്കെയോ കൂട്ടിക്കുഴച്ച് അമ്മയെ തന്നെ ഒരു മിക്സ് ഉണ്ടാക്കുവാണ്. മുളകമ്പന്തി കൂട്ടി കഴിക്കുന്നുണ്ട്. എന്നെ പരിപാടി തരത്തില്ല. അപ്പോൾ ഗൈസ്, ഞങ്ങളിതേ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ തിരിച്ച് പോകാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് ഇങ്ങനെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഗൈസ്, അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഗൈസ്, ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചിട്ട് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നല്ലൊരു ഇതായിരുന്നു. അച്ചുക്കുട്ട, ആ ഫുഡ് എങ്ങനെ ഉണ്ടാകണ്ട? അടിപൊളിയായിരുന്നു. ഒന്ന് പറഞ്ഞാല് എന്തുവാ, നല്ല ഫീലിംഗ് ആയിരുന്നു. എന്താ, ഒരു എക്സ്പീരിയൻസ് ആയി. ഒരിക്കലും തിരിച്ചു വരരുത്. ഫുഡ് എനിക്ക് ശരിക്കും പറഞ്ഞാല് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും. അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ട അതിനകത്ത് മുളക് ഉണ്ടായിരുന്നത്. മുളകമ്പന്തിയാ? മുളകമ്പന്തി കൊള്ളായിരുന്നു ഗൈസ്. ബാക്കി ഒന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. അല്ല, അമ്മയ്ക്കും ഇഷ്ടപ്പെട്ടില്ല. വണ്ടി ഇനി അപ്പുറമാണ് ഗൈസ്. ഇത് ഈ കട കയറണമെങ്കിൽ നമ്മൾ കുറേ ദൂരം മാറി വണ്ടി പാർക്ക് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ വന്നേക്കുന്നത്. നമ്മൾ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട് ഏതായാലും. അപ്പം നമ്മൾ ഇന്നത്തെ ഫുഡൊക്കെ അടിപൊളി ആയിരുന്നുകൊണ്ട് ഞാൻ വൈകിട്ടിപ്പം കപ്പയും മീൻകറിയൊക്കെ കഴിച്ച് കിടക്കാൻ പോവാണ്. മറ്റിടത്തൊന്ന് കഴിച്ച് വയർ നിറഞ്ഞത് കൊണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അടുത്ത വീഡിയോ അടുത്ത ആഴ്ച ജസ്റ്റ് കൊണ്ടുവിടാൻ ന്യൂയോർക്കിൽ പോകുന്നുണ്ട്. അപ്പം നമുക്കിനി ന്യൂയോർക്ക് കാണാം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒരാഴ്ച പോവുകയാണെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ട് ഇരിക്കാൻ ഗൈസ്. അപ്പോൾ ബൈ ബൈ.